NDA കേരള പദയാത്രയുടെ സമാപന സമ്മേളന സമയക്രമം പ്രഖ്യാപിച്ചു. രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ 1.5 ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കുമെന്ന് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രാഹുൽ ജോർജ് കോശി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇത് 3-ാം തവണയാണ് 2024 ഈ വർഷം പിറന്നതിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. കൊച്ചിയിലും തൃശ്ശൂരിലുമായിരുന്നു നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ആവേശം വിതറുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് തലസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുകയാണ്. NDA കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് സമയക്രമം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് സമയക്രമം? അതെ രജനി പറഞ്ഞതുപോലെ തന്നെ ഇത് 3-ാം തവണയാണ് ഈ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത്. ആദ്യം തൃശ്ശൂരിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എറണാകുളത്തും വന്നിരുന്നു. ഇപ്പോൾ തലസ്ഥാന നഗരിയെ തിരുവനന്തപുരത്തേക്ക് ഈ മാസം 27-ാം തീയതി ആണ് എത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു വാർത്താ സമ്മേളനം BJP മുൻ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷും ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി ഈ ചടങ്ങിലേക്ക് എത്തുന്നു. സമാപന സമ്മേളനത്തിലേക്ക് NDA കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 27-ാം തീയതി രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും എന്ന ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 67 വർഷമായിട്ടുള്ള കേരളത്തിലെ ഇരു മുന്നണികളുടെയും ഭരണം ജനം മടുത്തിരിക്കുന്നു എന്നാണ് കുമ്മനം രാജശേഖരൻ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അത് കെ സുരേന്ദ്രൻ നടത്തിയ ഈ ഒരു പദയാത്രയിൽ 10,000-ഓളം അംഗങ്ങൾ പുതുതായി BJPയിലേക്ക് ചേരാനായി വിവിധ ആളുകൾ അംഗത്വം സ്വീകരിക്കാനായി എത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിലെ വിവിധ ആളുകൾ അതുപോലെ തന്നെ നാനാതുറയിലുള്ള ഒരുപാട് പേർ ഈ ഒരു പദയാത്രയുടെ ഭാഗമായി അവരോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചു. ഈ പദയാത്ര വലിയ ഒരു മാറ്റം കേരളത്തിലെ BJPക്കും പ്രസ്ഥാനത്തിനും കൊണ്ടുവരുമെന്ന് തന്നെയാണ് അവരെല്ലാം വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇരു മുന്നണികളുടെയും ആ ഒരു പൊള്ളത്തരവും അതുപോലെ തന്നെ വികസനമില്ലായ്മയും എല്ലാം തച്ചുടച്ച് പുതിയ ഒരു മാറ്റത്തിനായി ജനങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27-ാം തീയതി തന്നെ പൊതുസമ്മേളനത്തിൽ സമാപന പൊതുസമ്മേളനത്തിൽ രാവിലെ 10 മണിക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് 1 മണിക്കൂറോളം പൊതുസമ്മേളന വേദിയിൽ ചിലവഴിക്കും എന്നും അദ്ദേഹം കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. രജനി, ശരി. മാറ്റത്തിന്റെ കാറ്റ് വീശുന്ന കേരളത്തിലേക്ക് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. NDA പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിവരങ്ങളായിരുന്നു രാഹുൽ ജോർജ് കോശി നൽകിക്കൊണ്ടിരുന്നത്.